അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വെൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ട റോസ്റ്റിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് 3 വലിയ ഉള്ളി എടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് മിക്സിയിൽ അടിച്ചെടുത്താലും കുഴപ്പമില്ല. പിന്നെ 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചതച്ചെടുത്താലും കുഴപ്പമില്ല. പിന്നെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. നോർമൽ മുളക് പൊടിയായാലും കുഴപ്പമില്ല. 4 കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ 2 ചെറിയ തക്കാളി മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. 3 വലിയ പച്ചമുളക് എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിയില വേണം, അതുപോലെ ഉപ്പ് വേണം, വെളിച്ചെണ്ണ കൂടെ വേണം. മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊന്നും വേണ്ട. ഞാൻ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. വലിയ പച്ചമുളക് ഞാൻ 3 എടുത്തിട്ടുണ്ട്. ഇത് അധികം എരിവില്ല, അതുകൊണ്ട് ഞാൻ ഇത്ര അധികം എടുത്തത്. ഇനി ഇതൊന്നായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് പച്ച സ്മെല്ല് മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് എടുത്തു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ ഉള്ളി ഇട്ടിട്ടൊന്ന് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് മതി, അധികം ഇടണ്ട, നിർബന്ധമൊന്നുമില്ല. ഇനി അതും കൂടെ ഇട്ട് വഴറ്റിയ ശേഷം നമുക്ക് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതും കൂടെ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുത്തിട്ട് മുളക് പൊടി ഒക്കെ ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞു വരട്ടെ. ഇനിയിപ്പോൾ ഇത് ആയി വന്ന ശേഷം ഞാൻ അതിലേക്ക് അരച്ചെടുത്ത തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ചെറിയ തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ ഒരെണ്ണം മതി. ഇനിയിപ്പോൾ ഉള്ളിയൊക്കെ നമുക്ക് മിക്സിയിൽ അടിച്ചിട്ട് ചേർക്കാം. പെട്ടെന്ന് തന്നെ ആവുന്ന കറിയാണിത്. ഇപ്പോൾ തക്കാളി ഏകദേശം നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇങ്ങനത്തെ പാത്രത്തിന് 2 പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കിയ ശേഷം ഒരു പാത്രത്തിൽ കൂടെ കുറച്ചുകൂടെ വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. കറി എത്ര വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിൽ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി ഉപ്പൊക്കെ ഇടണം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാലും കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ പഞ്ചസാരയും കൂടെ ഇടുമ്പോൾ. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഉള്ളി തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് അതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ നന്നായിട്ട് കുറുകി കറക്റ്റ് ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ച മുട്ട ഒന്ന് വരഞ്ഞ ശേഷം ഇട്ട് കൊടുക്കാം. ഒന്നങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് മസാല ഒക്കെ പിടിച്ചോളും. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ആ ഗ്രേവി മുട്ടയുടെ മേലേക്കൊക്കെ ആക്കി കൊടുത്ത ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ കറി ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. അധികം അരിയാനും ഒന്നും വേണ്ട. മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി. ഉള്ളിയാണെങ്കിലും തക്കാളി ആണെങ്കിലും, അല്ലെങ്കിൽ ചോപ്പർ ഉണ്ടെങ്കിൽ ഒന്ന് ചോപ്പ് ചെയ്തെടുത്താലും മതി. എന്നിട്ട് ഒക്കെ ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ആ മുട്ടയിലൊന്ന് ആ മസാല ഒന്ന് പിടിച്ചോട്ടെ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. അപ്പം ഞാൻ കറി ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ മുട്ട റോസ്റ്റാണ്. അപ്പോൾ ആകെ നമ്മൾ മുളക് പൊടിയും ഗരം മസാലപ്പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. വേറെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല.
അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.